ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് എന്താണെന്നറിയോ? പീനട്ട് മരത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പീനട്ടുണ്ട്. അപ്പോൾ ഈ പീനട്ടിൻ്റെ പൂവാണ് ഈ നിൽക്കുന്നതെല്ലാം. ദേ മഞ്ഞ കളറിൽ ഇത്രയും കൊലകൊലയായിട്ട് ഇങ്ങനെ വരും. ഇത് ഇപ്പോൾ ഇതിൻ്റെ ഇനി സീസൺ ആവുന്നതേ ഉള്ളേ. അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞിട്ട് വരുന്ന കായാണ് ഇത്. ഈ സംഭവം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അതെ ഇപ്പം അതിൻ്റെ തോലും എല്ലാം കഴിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തോട്ട് ഇതേ കപ്പലണ്ടിക്കുരു പോലെയാണ് ഒരു സാധനമുള്ളത്. ഇപ്പം നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുരു മാതിരി നമുക്കിപ്പോൾ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഒരു ടേസ്റ്റും ഇല്ല, മധുരവും ഇല്ല, ഒന്നുമില്ല. ഈ മരത്തിനകത്ത് ഇത് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ആകെ ഉള്ള ഒരു പ്രയോജനം എന്ന് പറയാൻ കുറേ കുരുവികൾ വന്ന് ഇത് കഴിക്കും. കുരുവികളും കിളികളും എല്ലാം ഈ മരത്തിനകത്ത് ഇത് തന്നെയായിരിക്കും. ആദ്യം ഇത് ഇങ്ങനെ വരും, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കളറിൽ ഇങ്ങനെയാവും. ഇതിലും കളറുള്ളതാ ഇത്. കണ്ട, അവസാനം ശരിക്ക് പഴുക്കുമ്പോഴുണ്ടല്ലോ അതിനുള്ളിലൊന്നും ഉണ്ടാവത്തില്ല. അകത്തൊരു പാട പോലെ മാത്രമേ കാണൂ. ഈ അരിയൊന്നും കാണൂല. ഇതിനകത്തിരുന്ന കപ്പലണ്ടി കുരു എന്ന് പറഞ്ഞില്ലേ, അതിനകത്തുള്ള കുരു ഒന്നുമില്ല. വെറുതെ നമ്മൾ വായിലോട്ടിട്ട് നല്ല ചുമപ്പായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. എന്തിനാണ് നമ്മൾ വെറുതെ ഈ മരം വെച്ച് പിടിപ്പിക്കുന്നത്? വെറുതെ നമ്മുടെ സ്ഥലം വേസ്റ്റ് ആവുമെന്നുള്ള അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഇതൊരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ എന്തോ? ഞാൻ വലിയ കാര്യത്തിൽ പീനട്ടെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. വെള്ളമൊക്കെ കോരി പിടിപ്പിച്ചതാണ്. ഞാൻ നോക്കിയിട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതേമാതിരി ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ അയ്യോ ഇതെന്തോ സാധനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പീനട്ടാണ്, ഇത് പറഞ്ഞ് കാണിക്കാം. പിന്നെ കിളികളുടെ ഒച്ചയും ബഹളങ്ങളും എല്ലാം കാണാം. അതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ടൊരു പ്രയോജനം. അപ്പോൾ അതുകൊണ്ട് ഈ പീനട്ട് മരത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി വന്ന എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം. ബൈ.